ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, RSSന്റെ കോമരമായി പ്രവർത്തിക്കുന്നവരെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും റിക്രൂട്ട് ചെയ്യുന്നത്. ജുഡീഷ്യറിയുടെ മഹിമ അധികകാലം നിലനിൽക്കുമോ എന്ന് സംശയമാണ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും. കോടതികളിൽ RSS റിക്രൂട്ട്മെൻ്റാണ്. ഒരാൾ തുറന്നു പറയുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. എത്ര കണ്ട് ഗൗരവമുള്ളതാണ് അത്? ഈ ആരോപണം അദ്ദേഹം വേണ്ടത്ര ആലോചിച്ച് പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിയമമന്ത്രി ആയിരുന്നതിന് ശേഷമാണ് VR കൃഷ്ണയ്യർ ഹൈക്കോടതി ജഡ്ജിയായിട്ട് വന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയാണെങ്കിൽ റിട്ടയർ ചെയ്ത ഉടനെ പോയിട്ട് എറണാകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് ചെയ്തത്. മോഹൻ ആണെങ്കിൽ CPMൻ്റെ പാർട്ടി ഓഫീസിലെ ഒരു ജീവനക്കാരനെ പോലെ കഴിഞ്ഞതിന് ശേഷം ജഡ്ജായതാണ്. ഇവരൊക്കെ വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം ജഡ്ജ്മെൻറ്റ് നടത്തി എന്നൊരഭിപ്രായം എനിക്കില്ല. കമാൽ പാഷയ്ക്കും അതുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ജഡ്ജിമാർ നടത്തിയിരിക്കുന്ന ജഡ്ജ്മെൻറ്റിൽ തെറ്റുണ്ടാകാം, കാരണം അവർ തെറ്റുകൾക്ക് അതീതരല്ല. പിന്നെ ഇപ്പോഴീ പറയുന്ന കാര്യം, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരിൽ ആരൊക്കെയാണ് RSSൻ്റെ ആൾക്കാർ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ് പറയും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ, എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും DY ചന്ദ്രചൂഡ് RSSകാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ള, അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് പോയിട്ടുള്ള CT രവികുമാർ ഇത് RSS ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ ജുഡീഷ്യറിയിൽ വരാൻ പാടില്ല എന്നാണെങ്കിൽ അക്കാര്യം പറയണം. അതല്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവർക്ക് വരാം, അവർ ഇടതുപക്ഷക്കാരായിട്ട് തന്നെ വരണം, മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ വരാൻ പാടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു മനോരോഗമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇനി വേറൊരു കാര്യം ഇവിടെ പറയേണ്ടത്, ഈ ജഡ്ജിമാരെ, ഇന്നുള്ള മുഴുവൻ ജഡ്ജിമാരെയും നിയമിച്ചിട്ടുള്ളത് കൊളീജിയം സമ്പ്രദായമാണ്. ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുള്ളത്, ഒരു വ്യക്തിയുടെ ഇൻറ്റിഗ്രിറ്റി പരിശോധിക്കുന്നതിനുള്ളൊരു മെക്കാനിസം കൊളീജിയത്തിനില്ല. അത് വേറെ സംവിധാനത്തിലൂടെ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ജഡ്ജിയായിട്ട് നിയമിക്കപ്പെടാൻ അവരാഗ്രഹിക്കുന്ന ഒരാളുടെ പ്രൊഫഷണൽ ഡിഗ്നിറ്റിയും അയാളുടെ പ്രൊഫഷണൽ എഫിഷ്യൻസിയും ഈ ജഡ്ജിമാരുടെ മുമ്പിൽ ഹാജരായി കേസ് വാദിക്കുന്നു എന്നതുകൊണ്ട് അവർക്കറിയാം എന്നാണ് അവരുടെ വാദം. അത് കഴിഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്ന ഒരാളുടെ പേഴ്സണൽ ഇൻറ്റിഗ്രിറ്റി, ആ ഇൻറ്റിഗ്രിറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച് അതുകൂടി ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിയമിക്കാൻ കഴിയുള്ളൂ. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ നികേഷ്, കൊളീജിയം റെക്കമെൻഡ് ചെയ്യാത്ത ആരെയെങ്കിലും ഹൈക്കോടതികളിലോ സുപ്രീം കോടതികളിലോ നിയമിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. നിയമിക്കപ്പെട്ട എല്ലാവരെയും കൊളീജിയമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ കൊളീജിയം സമ്പ്രദായം അത്ര ശരിയാണ് എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ രാജ്യത്ത് നിലവിലുള്ള നിയമം അതായതുകൊണ്ട് അത് സമ്മതിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സെബാസ്റ്റ്യൻ പോളിന് ജഡ്ജാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തോളം യോഗ്യതയില്ലാത്ത ഒരുപാട് ജഡ്ജ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഒരാൾ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച്, അന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കൂടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കാളിത്തമുള്ളൊരു നിയമന രീതി ഉണ്ടായിരുന്നു. ആ നിയമന രീതി വെച്ച് വന്നവരെല്ലാവരും തന്നെ അവർ ആ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ഭരണഘടന അനുസൃതമായിട്ടുള്ള ജോലിയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുമില്ലാതെ കേരളത്തിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുന്നത് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന് യോജിച്ചതല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ മടങ്ങിയെത്താം.